Good evening, my dear students. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ റിഗാർഡിങ് സോൾവൻസി റേഷ്യോനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇവിടെ നോക്കിക്കോളൂ ക്വസ്റ്റ്യന്. ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് ബിഗ് ബോസ് കമ്പനി ലിമിറ്റഡ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് ബിഗ് ബോസ് കമ്പനി ലിമിറ്റഡ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം? കാൽക്കുലേറ്റ് current ratio. First one current ratio, second one asset test ratio, third one debt equity ratio, fourth one proprietary ratio, then next one capital gearing ratio, then fixed asset to shareholders fund, then fixed asset ratio. അപ്പോൾ ഇത്രയും റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബോത്ത് ലോങ് ടേം സോൾവൻസി, ദാറ്റ് ഈസ് ലോങ് ടേം സോൾവൻസി ആസ് വെൽ ആസ് ലിക്വിഡിറ്റി, ഷോർട്ട് ടേം സോൾവൻസിയും കൂടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് കറണ്ട് റേഷ്യോ, ആസറ്റ് ടെസ്റ്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? കമ്പനിയുടെ ഷോർട്ട് ടേം സോൾവൻസി, ദാറ്റ് ഈസ് ലിക്വിഡിറ്റി പൊസിഷനാണ് അനലൈസ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ലയബിലിറ്റി റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അനലൈസ് ചെയ്യുന്നു. വേറസ് മറ്റുള്ള തേർഡ് ഓൺവേർഡ്സ് വി ആർ അനലൈസിങ് ദ സോൾവൻസി, ദാറ്റ് ഈസ് ലോങ് ടേം ലിക്വിഡിറ്റി പൊസിഷനാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കമ്പനിയുടെ ബോത്ത് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2016. അപ്പോൾ ബാലൻസ് ഷീറ്റ് 2016 കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ യൂഷ്വലി നമുക്കറിയാം രണ്ട് സൈഡ് ഉണ്ട്, ലയബിലിറ്റി സൈഡ് ആസ് വെൽ ആസ് അസറ്റ് സൈഡ്. ലയബിലിറ്റി സൈഡിൽ നോക്കി എന്തെല്ലാം ഉണ്ടെന്ന്: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,50,000, 5% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 20,000, ജനറൽ റിസർവ് 25,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000, 6% debentures 55,000, creditors 45,000. So liability side total 3,15,000. ഇനി അസറ്റ് സൈഡിൽ എന്തെല്ലാം തന്നിരിക്കുന്നു നോക്കൂ. ഫിക്സഡ് അസറ്റ് 1,50,050. ഓക്കെ, ഇൻവെൻട്രി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോക്കാണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. സോ ഇൻവെൻട്രി 50,050 ഉണ്ട്. ഡെറ്റേഴ്സ് 25,000, ക്യാഷ് 90,000. സോ ടോട്ടൽ ദാറ്റ് ഈസ് 3,15,000. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ ഈ തന്നിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഓരോ ഐറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കറണ്ട് റേഷ്യോ. സോ കറണ്ട് റേഷ്യോയുടെ ഫോർമുല നമുക്കറിയാം. കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലാണ് ഈ നമുക്ക് കറണ്ട് റേഷ്യോയുടെ രണ്ട് വേരിയബിൾസ് പറയുന്നത് എന്തെല്ലാമാണ്? ഫസ്റ്റ് വേരിയബിൾ കറണ്ട് അസറ്റും സെക്കൻഡ് വേരിയബിൾ പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഇൻവെൻട്രി, സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്, ഡെറ്റേഴ്സ് കറണ്ട് അസറ്റാണ്, ക്യാഷ് കറണ്ട് അസറ്റാണ്. അപ്പോൾ ഈ മൂന്ന് ഐറ്റം ചേരുന്നതാണ് കറണ്ട് അസറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ മൂന്ന് ഐറ്റം ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ്? 50,000 പ്ലസ് 25,000 പ്ലസ് 90,000. സോ ടോട്ടൽ കറണ്ട് അസറ്റ് ടോട്ടൽ എത്രയാണ്? 1,65,000. സോ കറണ്ട് അസറ്റ്സ് ഈക്വൽ ടു 1,65,000 കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് വേരിയബിൾ എന്താ വേണ്ടത്? കറണ്ട് ലയബിലിറ്റീസ്. സോ കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. ഇതിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്? ആകെ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് മാത്രമാണ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 45,000. സോ ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1,65,000. ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്? 45,000. സോ 1,65,000 ഡിവൈഡഡ് ബൈ 45,000 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 3.67:1. സോ കറണ്ട് റേഷ്യോ എത്രയാണ്? 3.67:1. നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇവിടെ നമുക്ക് അബവ് 2 വരുന്നുണ്ട്, ദാറ്റ് ഈസ് 3.67 വരുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ ദാൻ 2 ആണ്, അബവ് 2 ആണ്. സോ കമ്പനിയുടെ കറണ്ട് ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്? സ്ട്രോങ് എന്നാണ് പറയുന്നത്, ഇസ്ന്റ് ഇറ്റ്? കാരണം അബവ് സ്റ്റാൻഡേർഡ് വരികയാണെങ്കിൽ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്? സ്ട്രോങ്ങർ ആണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് റേഷ്യോ എന്താണ്? ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ എന്നാണ് പറയുന്നത്. ആസിഡ് ടെസ്റ്റ് റേഷ്യോയുടെ വേറൊരു പേരാണ് എന്ത്? ലിക്വിഡ് റേഷ്യോ. ഇനി ലിക്വിഡ് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താണ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലിക്വിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇവിടെ വരുന്ന നമുക്ക് രണ്ട് വേരിയബിൾസ് ആണ്, ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് ലയബിലിറ്റീസ് ഓൾറെഡി നമുക്കറിയാം ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. എത്രയാണ്? 45,000. സോ കറണ്ട് ലയബിലിറ്റി നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിക്വിഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ലിക്വിഡ് അസറ്റിൻ്റെ ഫോർമുല എന്താണ്? ലിക്വിഡ് അസറ്റ്സ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി. കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇൻവെൻട്രി മൈനസ് ചെയ്യണം. ഇൻവെൻട്രി ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആകെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻവെൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻവെൻട്രി മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിഡക്റ്റ് ചെയ്താൽ മതി. സോ കറണ്ട് അസറ്റ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,65,000. സോ 1,65,000 മൈനസ് ഇൻവെൻട്രിയുടെ വാല്യൂ എത്രയാണ്? ഇൻവെൻട്രി 50,000. സോ 1,65,000 മൈനസ് 50,000 ദാറ്റ് ഈസ് 1,15,000. സോ ലിക്വിഡ് അസറ്റ് കിട്ടിക്കഴിഞ്ഞു. 1,15,000 ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റീസ് 45,000 ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഇനി ഈ രണ്ട് ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫോർമുല അറിയാം. ലിക്വിഡ് റേഷ്യോ ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1,15,000, കറണ്ട് ലയബിലിറ്റീസ് 45,000. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 2.56.1. ഓക്കെ, നമ്മളുടെ ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയാണ്? 1:1 ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ആണ്. സോ മോർ ദാൻ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്? സ്ട്രോങ്ങർ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നെക്സ്റ്റ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏതാണ്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഡെറ്റ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല എന്താണ്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, ഇനി ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ ബോത്ത് ലോങ് ടേം ഫണ്ട്സും ഷോർട്ട് ടേം ഡെറ്റും, ലോങ് ടേം ഡെറ്റും ഷോർട്ട് ടേം ഡെറ്റും ദാറ്റ് ഔട്ട്സൈഡേഴ്സിന് ടോട്ടലായിട്ട് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് എത്രയാണ്? അതിനെയാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂഷ്വലി ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ വരുന്നത് എന്തെല്ലാമാണ്? ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ നമുക്ക് യൂഷ്വലി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം ആയിട്ടുള്ള കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും 6% ഡിബെഞ്ചേഴ്സും, ഈ രണ്ട് ഐറ്റംസ് മാത്രമേ വരുന്നുള്ളൂ. ഏതിൽ? ഔട്ട്സൈഡേഴ്സ് ഫണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്സ് ഒക്കെ വരുമോ? ഇല്ല, ഇതെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ആകെ ഈ രണ്ട് ഐറ്റംസ് ആണ് എന്ത്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ദാറ്റ് ഈസ് ഡിബെഞ്ചേഴ്സും ക്രെഡിറ്റേഴ്സും. 55,000 പ്ലസ് 45,000 ദാറ്റ് ഈസ് 1 lakh ആണ് എന്ത്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തെല്ലാം വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, 5% പ്രിഫറൻസ് ഷെയർസ് വരും, ജനറൽ റിസർവ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ്, ഈ 4 ഐറ്റംസ് ആണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,50,000, ദെൻ പ്രിഫറൻസ് ഷെയർസ് 20,000, ജനറൽ റിസർവ് 25,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. സോ ഇത്രയും ഐറ്റംസ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 2,15,000. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് നമുക്ക് 1 lakh കിട്ടി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 2,15,000 കിട്ടി. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം? ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോർമുല എന്താണ്? ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഇവിടെ എത്രയാണ്? 1 lakh rupees ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 2,15,000. സോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എത്രയാണ്? 0.46:1. ഓക്കെ, സോ 0.46:1 ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ എമൗണ്ട് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കഴിഞ്ഞാൽ പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഫോർമുല എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? പ്രൊപ്രൈറ്ററി റേഷ്യോ ഇസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ
ടോട്ടൽ അസറ്റ് എന്നാണ് പറയുന്നത്. ഇസിൻറ്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ പ്രൊപ്രൈറ്ററി റേഷ്യോയിൽ 2 വേരിയബിൾസ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റും ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2,15,000 ആണ് എന്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ അസറ്റ് എത്രയാണ് നോക്കുക. അസറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നിരിക്കുന്നത് 3,15,000. സോ ടോട്ടൽ അസറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഫോർമുല ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എമൗണ്ട് ഇവിടെ എത്രയാണ്? 2,15,000 ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 3,15,000. സോ നമുക്ക് റേഷ്യോ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 0.68:1. ഓക്കെ, 0.68:1. ഇനി നെക്സ്റ്റ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓക്കെ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ? ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് പറയുന്നത് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് നമുക്ക് മെയിൻലി വരുന്നത് 5% പ്രിഫറൻസ് ചെയ്യുക. കാരണം അത് ഫിക്സഡ് ആണ് അല്ലേ? ഫിക്സഡ് ആയിട്ട് ഇൻകം കൊടുക്കാണ്ട്. അതേപോലെ 6% ഡിബഞ്ചേഴ്സ്. ഇത് രണ്ടുമാണ് നമുക്ക് എന്താണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 5% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 20,000. 6% debentures 55,000. So 55,000 plus 20,000 75,000 ആണ് എന്ത്? ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് നമുക്ക് ഓൾറെഡി അറിയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫണ്ടിൽ നമുക്ക് എടുക്കേണ്ടത് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് മൂന്നുമാണ്. നോക്കൂ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,50,000, ജനറൽ റിസർവ് 25,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. ഇത് 3 ഐറ്റംസും കൂടെ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1,50,000 പ്ലസ് 25,000 പ്ലസ് 20,000 ചെയ്തപ്പോൾ 1,95,000 കിട്ടി. സോ ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് എത്രയാണ്? 75,000 ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 1,95,000. സോ നമ്മുടെ റേഷ്യോ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 0.38:1. 0.38:1. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫിക്സഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫിക്സഡ് അസറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ ഇതിൻ്റെ ഫോർമുല എന്താണ്? ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഫിക്സഡ് അസറ്റ് പറയുന്നത് നോക്കുക. അസറ്റ് സൈഡിൽ ആകെ നമുക്ക് ഫിക്സഡ് അസറ്റ് എത്രയാണുള്ളത്? 1,50,000. ഓക്കെ, സോ ഫിക്സഡ് അസറ്റിൽ 1,50,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേരിയബിൾ നമുക്ക് എന്താ നോക്കേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ ഗിയറിംഗിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 2,15,000. So 2,15,000. So 1,50,000 divided by 2,15,000 ചെയ്തപ്പോൾ എത്ര കിട്ടി? 0.69:1. ഓക്കെ, 0.69:1 അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഓക്കെ, സോ ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫിക്സഡ് അസറ്റ് റേഷ്യോ? നമുക്ക് ഓൾറെഡി അറിയാം. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്, ഇസ്ന്റ് ഇറ്റ്?
സോ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ് ആണ്. സോ ഇതിൽ ഫിക്സഡ് അസറ്റ് നമുക്കറിയാം, ഫിക്സഡ് അസറ്റ് എത്രയാണ്? 1,50,000 ഇതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ലോങ് ടേം ഫണ്ട്സ് എത്രയാണ്? ഇവിടെ നമുക്ക് 1,50,000 ഡിവൈഡഡ് ബൈ 2,70,000. കാരണം ഇവിടെ നമുക്ക് ഇതിൽ ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി സൈഡ് എടുക്കുന്ന സമയത്ത് ഇക്വിറ്റി ലോങ് ടേം ആണ്, പ്രിഫറൻസ് ഷെയർ ലോങ് ടേം ആണ്, ജനറൽ റിസർവ് ലോങ് ടേം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോങ് ടേം ആണ്, 6% ഡിബെഞ്ചേഴ്സ് ലോങ് ടേം ആണ്. അപ്പാർട്ട് ഫ്രം ക്രെഡിറ്റേഴ്സ്, ഈ ക്രെഡിറ്റേഴ്സ് വെച്ച് ബാക്കി ഇത്രയും ഐറ്റംസ് ആണ് എന്ത് ലോങ് ടേം ഫണ്ട്സ്. ദാറ്റ് ഈസ് 3,15,000 എന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 3,15,000 മൈനസ് 45,000 അല്ലേ? ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 45,000. സോ 45,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ഫണ്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 2,70,000. സോ ഫിക്സഡ് അസറ്റ് 1,50,000 ഡിവൈഡഡ് ബൈ 2,70,000 is equal to 0.56:1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ റേഷ്യം ഈ ഒരു ക്വസ്റ്റ്യനിൽ ബോത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ടേം സോൾവൻസി ആസ് വെൽ ആസ് ലോങ് ടേം സോൾവൻസി നമ്മൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു കമ്പനിയുടെ.